ഇന്ന് ലീഡർ കെ കരുണാകരൻ്റെ ഓർമ്മദിനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരത്തിൽ ഇപ്പോൾ സ്മൃതി കുടീരത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ഉണ്ടാവും. മുതിർന്ന നേതാക്കൾ അവിടെ എത്തി. എനിക്കൊന്ന് വി കെ ശ്രീകണ്ഠൻ എം പിയെ പ്രേക്ഷകർക്ക് കാണാം. തൃശ്ശൂരിലെത്തി ഇപ്പോൾ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനകൾ നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ പ്രേക്ഷകർക്ക് അവിടെ കാണാൻ സാധിക്കും. വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ളവർ ഇപ്പോൾ കെ കരുണാകരൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ അവിടെ കാണാം. അതിൽ വി കെ ശ്രീകണ്ഠൻ എം പിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുണ്ടാകും എന്ന് നമ്മൾ കരുതിയതാണ്, പക്ഷേ ഈ ഘട്ടത്തിലില്ല. അവിടെയുള്ളത് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലീഡറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ സരിൻ പോയത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡറിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് സ്മൃതി കുടീരത്തിൽ പോയില്ല എന്നൊരു ചോദ്യം അന്ന് ഉയർന്നിരുന്നു. അന്ന് പത്മജ BJP-യിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ചില പരാമർശങ്ങൾ വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു അങ്ങനെയൊരു താരതമ്യമുണ്ടായത്. ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വി കെ ശ്രീകണ്ഠൻ എം പി അല്ലാതെ മറ്റാരെങ്കിലും ഇപ്പോൾ ലീഡറിൻ്റെ ഈ ഓർമ്മദിനത്തിൽ സ്മൃതി കുടീരത്തിൽ എത്തിയിട്ടുണ്ടോ പുഷ്പാർച്ചനകൾ നടത്താൻ? അരുൺകുമാർ, ഇപ്പോൾ പുഷ്പാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ DCCയുടെ ചുമതലയുള്ള ശ്രീകണ്ഠൻ മാത്രമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. പിന്നെ മുൻ MLA തേർമൽ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ നേതാക്കൾ പ്രധാനമായും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്നത്. അരുൺകുമാർ, കെ ശ്രീകണ്ഠൻ എം പിക്കാണ് തൃശ്ശൂർ DCCയുടെ ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രം. മറ്റു മുതിർന്ന നേതാക്കൾ ആരെയും നമുക്കവിടെ കാണാനില്ല. തേറമ്പില്ല ഉണ്ട്.